ഫ്രാൻസിസ് അസീസി. കത്തോലിക്ക തിരുസഭയിലെ പ്രമുഖനായ ഒരു വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി. ഒക്ടോബർ 4-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ തിരുനാളായി നമ്മൾ ആഘോഷിക്കുന്നത്. ജിയോവാനി എന്നായിരുന്നു വിശുദ്ധ അസീസിയുടെ മാമോദിസ പേര്. പിന്നീട് വസ്ത്ര വ്യാപാരിയായിരുന്ന പിതാവ് ബേർണാഡിന് ഫ്രാൻസിസ് ജനങ്ങളോടുള്ള ബഹുമാനവും ഉത്സാഹവും നിലനിർത്താനും ഫ്രഞ്ച് സംസ്കാരം ഇഷ്ടമായിരുന്നതിനാൽ ഫ്രാൻസിസ്കോ എന്ന് പേര് നൽകി. ഫ്രാൻസിസിന് 19 വയസ്സുള്ളപ്പോൾ മാനസാന്തരത്തിന് ഒരു വർഷം മുമ്പ് സൈന്യത്തിൽ ചേരുകയും തൊട്ടടുത്തുള്ള നഗരത്തിനെതിരെ പോരാടുകയും ചെയ്തു. പരാജയത്തെ തുടർന്ന് ഒരു വർഷം തടങ്കലിൽ അടയ്ക്കപ്പെട്ടു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ സ്വാധീനിച്ച ഒരു തിരുവചന ഭാഗമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 9-ാം തിരുവചനം: നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് എന്ന് ഉപദേശിക്കുന്ന ഈ ഉപദേശമാണ് ഫ്രാൻസിസ് അസീസിയെ ഏറ്റവും സ്വാധീനിച്ചത്. ഈ തിരുവചനം ഏറ്റവും അക്ഷരാർത്ഥത്തിൽ ഫ്രാൻസിസ് തന്റെ ജീവിതം കൊണ്ട് ഈ വചനത്തിന് ജീവൻ നൽകി. ഒരു വർഷത്തിനുള്ളിൽ 11 അനുയായികളെ ഫ്രാൻസിസിന് ലഭിച്ചു. അങ്ങനെ അവൻ യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ 12 പേരായി. ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് ഉണ്ടായ ഒരു ഔപചാരികമായ ഒരു സംഭവത്തെ തുടർന്നാണ് ഫ്രാൻസിസിനെ സഹായിക്കാൻ തീരുമാനിച്ചത്. ഫ്രാൻസിസിന് അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ അംഗീകരിക്കുന്നതിൽ ഇന്നസെന്റ് മൂന്നാമൻ പാപ്പ ആദ്യകാലങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. ഒരിക്കൽ മാർപ്പാപ്പയ്ക്ക് ഒരു സ്വപ്ന സന്ദർശനമുണ്ടായി. അതിൽ ഫ്രാൻസിസ് അസീസി ജോ ലാറ്ററാൻ ബസിലിക്ക കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നതായി കണ്ടു. റോമ രൂപതയിൽ ഒരു ബസിലിക്കയായ ലാറ്ററാൻ ബസിലിക്കയായ സഭയെ മുഴുവൻ പ്രതിനിധീകരിച്ചാണ് പാപ്പ മനസ്സിലാക്കി. ഈ സ്വപ്നം ഫ്രാൻസിസിനെയും അനുയായികളെയും അംഗീകരിക്കാനും ദൈവിക അടയാളങ്ങൾ ഇന്നസെന്റ് പാപ്പ മനസ്സിലാക്കി. സഭയിലെ 12ാമത്തെ കൗൺസിലായി 4-ാം ലാറ്ററൻ കൗൺസിൽ ഫ്രാൻസിസിന് അസീസി പങ്കെടുത്തു. വിശുദ്ധ കുർബാനയിലെ സത്യപരമായ മാറ്റം പ്രബോധനങ്ങൾ രൂപപ്പെട്ട് ഈ കൗൺസിലിനെ വിശുദ്ധ ഡൊമിനിക് ഈസ് സുനോദോസിൽ സന്നിഹിതനായി. 5-ാമത്തെ കുരിശുയുദ്ധത്തിനിടയിൽ ഫ്രാൻസിസും അനുയായികളും മുസ്ലിം അധിനിവേശ പ്രദേശത്ത് എത്തി. സുൽത്താൻ അൽ കമീലിന്റെ മുമ്പിൽ ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കാൻ ധൈര്യം കാണിച്ചു. ക്രിസ്തു മതത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് തീയിലൂടെയുള്ള നടത്തത്തിന് സുൽത്താനെ വെല്ലുവിളിച്ചു. തീയിലൂടെ നടക്കുന്ന സത്യമതത്തിന്റെ അനുയായികളെ അഗ്നിബാധ ഏൽക്കാതെ ദൈവം സുരക്ഷിക്കും എന്നതിനാണ് വെല്ലുവിളിച്ചത്. താൻ തീയിലൂടെ ആദ്യം നടന്നോളാം എന്ന് ഫ്രാൻസിസ് വാഗ്ദാനം ചെയ്തു. പക്ഷേ സുൽത്താൻ വെല്ലുവിളി സ്വീകരിക്കാതെ പിൻവാങ്ങി. മരണമടഞ്ഞ ഒരു ഫ്രാൻസിസ്കന്റെ സന്യാസിയുടെ മധ്യസ്ഥയാൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നു. പീറ്റർ കറ്റാനി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പീറ്ററിന്റെ കബറിടം സന്ദർശിക്കുന്നതിന് എണ്ണം അനുദിനം വർദ്ധിക്കുന്നതിനാൽ സമീപ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അതിനാൽ അത്ഭുതങ്ങൾ അവസാനിപ്പിക്കാൻ ഫ്രാൻസിസ് പീറ്ററിനോട് പ്രാർത്ഥിച്ചു എന്നാണ് ഐതിഹ്യം. മിഖായേൽ മാലാഖയുടെ തിരുനാളൊരുക്കമായി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിനിടയിൽ പക്ഷിച്ഛത്തം ഫ്രാൻസിസിന് ലഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫ്രാൻസിസ്കൻ തുണ സഹോദരൻ അതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: പെട്ടെന്ന് ഒരു സെഫറിന്റെ ഒരു ദർശനം ഉണ്ടായി. ക്രൂശിന്റെ 6 ചെറുപ്പുകളിൽ ഒരു മാലാഖയെ ഞാൻ കണ്ടു. ക്രിസ്തുവിന്റെ 5 മുറിവുകൾ സമ്മാനദൂതൻ ഫ്രാൻസിസിന് നൽകി. അസീസിയുടെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമത്തിലുള്ള ബസിലിക്കയിലെ തറക്കല്ലിട്ട മാർപ്പാപ്പയാണ്. അത് ഫ്രാൻസിസ് മരിച്ച് 2 വർഷം തികയും മുമ്പ് വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം 1226 ഒക്ടോബർ 3-നാണ് ഫ്രാൻസിസ് മരിക്കുന്നത്. 1228 ജൂലൈ 16-ന് ഗ്രിഗറി 9-ാം മാർപ്പാപ്പ ഫ്രാൻസിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം മാർപ്പാപ്പ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ബസിലിക്കയുടെ തറക്കല്ലിട്ടു. ഫ്രാൻസിസിന്റെ കബറിടം നൂറ്റാണ്ടുകൾ എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. 1230-ൽ ഫ്രാൻസിസിന്റെ ഭൗതിക ശരീരം അസോസിയിലെ ബസിലിക്ക നിർമ്മിച്ചപ്പോൾ അവിടേക്ക് മാറ്റിയെങ്കിലും നസറേ ആക്രമണകാരികളിൽ നിന്ന് സംരക്ഷിക്കാനായി ഫ്രാൻസിസ്കൻ സഹോദരന്മാർ മറന്നുവച്ചു. പിന്നീട് അവർ ഭൗതിക ശരീരം സൂക്ഷിച്ച് സ്ഥാനം മറന്നുപോയി. പിന്നീട് 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം 1818-ലാണ് വിശുദ്ധന്റെ കബറിടം വീണ്ടും കണ്ടുകിട്ടിയത്. എന്നിരുന്നാലും ഫ്രാൻസിസിന്റെ വിശ്വാസത്തിന്റെ ബോധ്യം തിരിച്ചറിഞ്ഞ് തന്റെ രാജ്യത്ത് സുവിശേഷം പ്രസംഗിക്കാൻ സുൽത്താൻ അനുവാദം നൽകി.